അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിമുട്ട വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ കോഴിമുട്ട അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ കമൻറ്റ് ഓഫ് ദ വീക്ക്. അപ്പോൾ നമ്മൾ ഇത്ര ദിവസം ഇട്ട വീഡിയോയുടെ താഴത്ത് അധികം ആൾക്കാരും കമൻറ്റും ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്തവരുടെ എല്ലാം പേര് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതി ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നറുക്കെടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഡിന്നർ സെറ്റ് അയച്ചു തരാനായിട്ട്. അപ്പോൾ ഇത് നറുക്കെടുക്കാൻ വേണ്ടി നമ്മുടെ ക്യാമറമാനെ എന്നിട്ട് നമ്മൾ വിളിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം നമുക്ക് എടുത്ത് നോക്കാം. അപ്പൊ അതെന്താ ഭാഗ്യവാൻ ഇതിന്റെ തൊളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ഇതെന്താന്ന് നമ്മളിപ്പോ തുറന്ന് കാണിക്കാം. പേര് നോക്കാം. അരുന്ധതി ബി, അതാണ് ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ ഇതുണ്ടത് കാണിക്കാം ക്ലോസിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ കണ്ട പേര്. അപ്പം നമ്മളുണ്ടല്ലോ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് ഇട്ടത് ആരാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അഡ്രസ്സ്, നിങ്ങളുടെ മുഴുവൻ അഡ്രസ്സ്, നമുക്ക് ഫോൺ നമ്പർ ഉൾപ്പെടെ നമുക്കൊന്ന് വാട്സപ്പിൽ അയച്ചു തരിക. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വെച്ചിട്ടുണ്ട്, അതിൽ അയച്ചു തരിക. അപ്പോൾ നമ്മൾ ആ ഇതിലേക്കാണ് നമ്മളിത് അയച്ചു തരുന്നത്. അപ്പോൾ ഇത് അയച്ച് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ കൂടെ നമുക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തരണം. കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ ആ ക്ലിപ്പിൽ ഇതുകൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവർ കോൺടാക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഇമെയിൽ ഐ ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അഡ്രസ്സ് മെസ്സേജായിട്ട് അയച്ചു തരിക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതൊന്നുകൂടെ കണ്ടോ. അരുന്ധതി ബി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോഴേ നമുക്ക് ആദ്യം നമ്മുടെ മുട്ട ഉണ്ടല്ലോ, നമുക്കൊന്ന് പൊട്ടിച്ച് നമുക്കൊരു ബൗളിലോട്ട് ഒഴിക്കണം. നമുക്ക് ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാനോ ചപ്പാത്തിക്കോ അപ്പത്തിനോ ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു റെസിപ്പിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഈ എന്താ പറയുന്ന, നമുക്ക് എന്തുമാത്രം ക്വാണ്ടിറ്റി വേണമെന്നനുസരിച്ചിട്ട് വേണം നമ്മൾ മുട്ട എടുക്കാൻ. ഇപ്പം നമ്മളിപ്പോൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മുട്ടയുടെ എണ്ണമൊക്കെ നമുക്ക് കൂട്ടാം. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ച് എല്ലാം ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തുണ്ടല്ലോ കുറച്ച് നമ്മുടെ കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാവേ. കുറച്ചിട്ടാൽ മതി, അധികം വേണ്ട കേട്ടോ. മുട്ടയുടെ എണ്ണത്തിനനുസരിച്ച് വേണം. പിന്നെ നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഈ മുട്ടയ്ക്ക് വേണ്ടി മാത്രമുള്ള അത്ര മാത്രം നമ്മൾ കൊണ്ട് ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്വല്പം എണ്ണ, ഒരുപാട് എണ്ണ ഒഴിക്കല്ലേ. മുട്ട നമ്മൾ ഒരിക്കലും ഒരുപാട് എണ്ണയ്ക്കകത്ത് നമ്മൾ വറുത്ത് എടുക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയിലുള്ള ഗുണങ്ങളെല്ലാം എണ്ണയ്ക്കകത്ത് ദ്രവിച്ചു പോകും. നോൺ സ്റ്റിക്ക് പാത്രമാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കുകയേ വേണ്ട. സാധാ ചീനച്ചട്ടി ആയതുകൊണ്ട് മാത്രമാണ് നമ്മളവിടെ 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചത്. അല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ എണ്ണ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ മുട്ടയിൽ നിന്ന് കിട്ടിയിട്ടു. നമ്മുടെ എണ്ണ മുട്ട നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇതിനകത്ത് ഒഴിച്ചിട്ടൊന്നും അടിപൊളിയായിട്ട് നമുക്ക് വാർത്തെടുക്കാം. ഈ പരന്ന പാനിലൊക്കെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ചീനച്ചട്ടി എടുത്തതേ ഉള്ളൂ. പരന്ന പാനിലാണെങ്കിലും ഇത് ഈ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുക, ആ രീതിയിലാണ് വേണ്ടിയത്. അപ്പൊ ഇനി ഇത് നമുക്ക് നന്നായിട്ട് വേഗണം കേട്ടോ. അപ്പൊ ഇതൊന്ന് നമുക്കിങ്ങനെ ഇളക്കിയൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഒരുപാട് അങ്ങ് ചെറിയ പീസാകരുത്, അത്യാവശ്യം വലിപ്പത്തിൽ വേണം നമുക്കിതൊന്ന് കിട്ടാനായിട്ട്. അപ്പൊ നമുക്കിതൊന്ന് വേവിച്ച് റെഡിയാക്കി ഒന്ന് എന്താ പറയുക, ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയാണ്. അപ്പോഴേ നമ്മുടെ മുട്ട നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഒരു വലിപ്പത്തിൽ ഒരുപാട് നമ്മുടെ ഇളക്കിയുണ്ടല്ലോ, ഇതിന്റെ ആ ഒരു ചെറിയ പീസ് ആക്കരുത്, ഇച്ചിരി വലിപ്പം വേണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ സംഭവം റെഡി ആക്കത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബാക്കി നമ്മുടെ കലാപരിപാടി കൂടെ ചെയ്യുന്നത്. അതെ. അപ്പം ഇത് ഒരുപാടൊക്കെ തണുത്ത് പോകാതെ നമ്മൾ ഫാൻ അടിയിലൊന്നും കൊണ്ട് വെക്കണ്ട.
അല്ല നമ്മളിപ്പോ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ബാക്കി പരിപാടികൾ അങ്ങ് ചെയ്ത് തുടങ്ങും. അപ്പൊ പിന്നെ അതിന്റെ അകത്ത് തണുക്കുന്ന പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോഴേ നമ്മള് ഇപ്പൊ ഈ ഇങ്ങനെ ചെയ്യുന്ന ചില ആൾക്കാർ വിചാരിക്കും ഇതെന്തോ ഇങ്ങനെ അങ്ങോട്ട് മുട്ട തിന്നാ പോരെ, എന്തിനാ പിന്നെ എക്സ്ട്രാ പണിയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അത് നമുക്കൊന്നും പറയാനില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു സാധനം പുതിയതായിട്ട് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ടേസ്റ്റും കാര്യങ്ങളും ഇത് എന്തിനൊക്കെ പറ്റും എന്ന് മനസ്സിലാകുന്നത്. എന്തിനെ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതിനകത്ത് നമ്മളൊന്നും കാര്യമാക്കണ്ട. ഇത് ചെയ്തു നോക്കിയോ, അടിപൊളി സാധനമാണ്, ഗ്യാരണ്ടിയാണ്. അപ്പൊ ഇനി നമ്മളിത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ. അപ്പൊ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് നമ്മുടെ മസാലകളൊക്കെ ചേർക്കണം. നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു ചെറിയ കറുവപ്പട്ടയുടെ ഒരു പീസ് ഉണ്ട്, പിന്നെ ഒരു 4-5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് കുരുമുളകും ഒരു നുള്ള ജീരകം. അപ്പൊ ഇത്ര സാധനം നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കൊന്ന് ഇളക്കണം. നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ഇടാനായിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ സവോള നമ്മളൊരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോള നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുട്ടയുടെ എണ്ണത്തിനും ഗ്രേവിക്കും എന്തുമാത്രം വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി. സവോള കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നല്ല എരിയുള്ളൊരു പച്ചമുളക് അത് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പൊ ഇത്ര സാധനം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റി നല്ലതായിട്ട് എടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇങ്ങോട്ട് ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കി അത്യാവശ്യം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണെങ്കിൽ ആദ്യം ചേർക്കണമെന്നില്ല, അവസാനം ചേർത്താൽ മതി. നമ്മുടെ സവോള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം ഇട്ടാലും മതി. അതെ, നമ്മുടെ സവോള ഇട്ടുണ്ട്. സവോള മാക്സിമം ഒന്ന് ചെറുതാക്കി അരിയാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഗ്രേവിക്ക് ടേസ്റ്റ് കൂടുന്നത്. സവോള ഇട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ പച്ചമുളകും കൂടെ. അപ്പൊ നമ്മൾ എടുക്കുന്ന പച്ചമുളകിന്റെ അളവെന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം കുരുമുളക് പൊടി ഇച്ചിരി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ അനുസരിച്ചിട്ട് വേണം നമ്മൾ പച്ചമുളക് എടുക്കാൻ. ഒത്തിരി നമുക്ക് എരി ചില ആൾക്കാർക്ക് നല്ല എരിയുടെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചെടുത്താലും മതി കേട്ടോ. ഇനി സവാള എളുപ്പം ഒന്ന് വാടി കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു നമുക്ക് വഴന്ന് വരും. അപ്പൊ ഈ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അവസാനം പിന്നെ നമ്മുടെ ഉപ്പ് കൂടിപ്പോകും. കാരണം നമ്മള് മുട്ട നമ്മള് ചിക്കി വറുത്തപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ ഒന്ന് റെഡിയാണ്. അപ്പൊ ഇതൊന്ന് എന്താ പറയുക, ഒരു മീഡിയം ഗോൾഡൻ ബ്രൗൺ ആണ്. അപ്പൊ അതുവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് നിർത്താതെ ഇളക്കി കൊടുത്ത് വരെ ഒന്ന് ബ്രൗൺ ആക്കിയെടുക്കാം. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഏകദേശം നല്ല ഒരു മീഡിയം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തോട്ട് കുറച്ച് നമ്മുടെ പൊടി വർഗ്ഗങ്ങളൊക്കെ കൊണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മുടെ മല്ലിപ്പൊടി പേര് പറഞ്ഞു പെട്ടെന്ന്. അപ്പൊ ഇനി നമ്മുടെ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി. നല്ല കളർ വേണം ഈ സാധനം, എന്നാലും ഉണ്ടല്ലോ കാണാൻ. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും സംഭവം. ഇനി ഈ പൊടികളുടെ ഒക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറണം. അപ്പൊ അത് മാറുന്നവരെ നമ്മളിപ്പോ തീരെ കുറച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉണ്ടല്ലോ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ ഈ സാധനത്തിന്റെ അതൊക്കെ നമുക്ക് ഇത് നമ്മുടെ തക്കാളി അരച്ചെടുത്തതാണ്. അപ്പൊ അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. മീഡിയം വലിപ്പത്തിൽ ഒരു 2 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ഒരു പച്ചപ്പൊന്ന് മാറണം. അപ്പൊ അത് വരെ നമുക്കൊന്ന് ഇളക്കി വെക്കാം. അടിപൊളിയുണ്ട്. നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ രീതിയിൽ കളറൊക്കെ റെഡിയാണ്. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ നല്ല കളറുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട് നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പൊ ഗ്രേവിക്ക് ആവശ്യമാണ് നമുക്ക് സ്വല്പം വെള്ളം ചേർത്ത് തീരല്ല കൂട്ടി വെച്ചിട്ട് ഒഴിക്കുക. ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമില്ല, പച്ചവെള്ളമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ പരിപാടി എളുപ്പം നടക്കും. ഉപ്പുണ്ടോ നോക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് നമ്മള് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. വെട്ടി തിളയ്ക്കാം. വെട്ടി തിളച്ചിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പൊ തിളക്കില്ല. തിളക്കുന്നതായിട്ട് നമുക്കൊന്ന് മാറി ഇവിടെ നിൽക്കാം.
അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളച്ച് നല്ല സെറ്റപ്പ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ എന്താ പറയുന്നത് വറുത്ത് വെച്ച നമ്മൾ മുട്ടയില്ല അത് ഇന്നത്തെ ചേർത്ത് കൊടുക്കണം. ഈ സാധനം ഉണ്ടല്ലോ നമുക്ക് മറ്റേ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും പിന്നെ ബ്രെഡോ എല്ലാ സാധനത്തിൻ്റെയും കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. കാര്യം ഇത് അമ്മാതിരി ടേസ്റ്റ് ആയി സാധനത്തിന്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കുറച്ച് ഗരം മസാല അത് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പം അതും കൂടെ വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു ഇത് പറയുന്നത് ആ ഒരു ഫ്ലേവർ എല്ലാം മുമ്പിൽ വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. അതെ, മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് കറിവേപ്പില ചേർക്കാം കേട്ടോ. മല്ലിയില ചേർക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു സ്വാഭാവികമായ രുചി മുമ്പിലേക്ക് വരുന്നത്. മല്ലിയിലയുടെ ടേസ്റ്റിനെക്കാളും കറിവേപ്പില ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ടും കൂടെ ചേർത്താലും കുഴപ്പമില്ല. ഇത് സത്യം പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അതുകൊണ്ടാണ് ഈ കറിവേപ്പില മാറ്റുന്നത്. കാര്യം വെച്ചാൽ ഇത് നമ്മളിവിടെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട എന്താ പറയുക ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ഈ സാധനം. അപ്പം നമ്മൾ മിക്കപ്പോഴും ചെയ്യുന്നത്. അപ്പം നമ്മളിതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. നിർത്തി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണം നമുക്കൊന്ന് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സംഭവം കിടുക്കൻ സാധനമാണ്. നമുക്ക് ചപ്പാത്തി ചോറ് എന്തിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണം കഴിക്കും, ബ്രെഡിൻ്റെ ഒക്കെ കൂടെ. അപ്പം നമ്മൾ നേരത്തെ നറുക്കെടുത്ത ആ സംഭവം നമ്മൾ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് ഇതാണ്. കാണാൻ പറ്റുന്നുണ്ടോ ക്ലോസപ്പിൽ? ഇല്ല, ഇച്ചിരി അടുപ്പിച്ച് കാണിച്ചാലോ? ഇപ്പോഴോ? ഇതില് കാണാവോ? ഇത് നമ്മൾ പേര് പറഞ്ഞിട്ട് ഇനി മാറിപ്പോകരുതല്ലോ, അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ ഈ ഇമെയിൽ ID ആണ് നമ്മുടെ ഇപ്രാവശ്യത്തെ നമ്മുടെ ആദ്യത്തെ എന്താ പറയുന്നത് ഭാഗ്യശാലിയാണോ ഭാഗ്യശാലനാണോ നമുക്കറിയത്തില്ല. അപ്പൊ എന്തായാലും നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് എന്താ പറയുന്നത് കോണ്ടാക്ട് ചെയ്യുക, അഡ്രസ്സ് അയച്ചു തരിക, ഫോൺ നമ്പർ അയച്ചു തരിക. കാര്യം വെച്ചാൽ നമുക്ക് കൊറിയർ നമ്മളിവിടെ ചെയ്യുമ്പോഴത്തേക്ക് കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മൾ കോൺടാക്ട് നമ്പർ ഇവിടെ തരിക. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മളിത് ഇവിടുന്ന് ഷിപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുക്കുക, അന്ന് അയച്ചു തരിക. അപ്പോൾ അത് നമ്മുടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ഒരു ക്ലിപ്പ് കൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അഡ്രസ്സ് അയച്ചു തരണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഈ വീഡിയോ തൊട്ട് കമൻറ്റ് ചെയ്തോ. അടുത്ത സമ്മാനം ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ എന്താ പറയുന്നത് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ചറപറാന്ന് കമൻറ്റ് ഇട്ടു. ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്യണം. അതും ഓൺ ചെയ്തു. അപ്പോഴേ നമ്മുടെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് മറ്റേതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു നല്ല കിടുക്കാച്ച റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പം എല്ലാവർക്കും തൽക്കാലത്തേക്ക് അപ്പം നമ്മുടെ എന്താ പറയുന്നത് വിജയ്ക്ക് പ്രത്യേക ഒരു അഭിനന്ദനങ്ങൾ. അപ്പം ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until